അത് കഴിഞ്ഞു. അപ്പൊ നമ്മള് നിലമ്പൂരിന്ന് ചുങ്കത്തൂർന്ന് യാത്ര തുടങ്ങിയപ്പോ അതാണ് വണ്ടൂര് എത്തിക്കണം. 16 കിലോമീറ്റർ താണ്ടിട്ട് നമ്മൾ യാത്ര. അതായത് കാൽനട യാത്ര. എന്നെ കാണാൻ വേണ്ടിട്ട് മലപ്പുറത്ത് നിന്നടുത്തേക്ക് നടന്നിട്ട് വരുന്നുള്ളൂ. എന്തിനാ എന്നെ ഇങ്ങനെ പറയിപ്പിക്കുന്നത്? ഞാൻ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ഞാൻ പോകുന്നത് ഇത് തെറിവിളി കേൾപ്പിക്കാൻ വേണ്ടിട്ട്. എനിക്ക് തെറിവിളി കേൾപ്പിക്കാൻ വേണ്ടി. ചിലപ്പോ അയാള് സ്നേഹം കൊണ്ട് ജെന്യൂനായിട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇത് കാരണം എനിക്ക് തെറിവിളി കേൾക്കാം. മൊത്തം ഊക്ക. ഇതൊക്കെ ഇതിന്റെ കമന്റ്സ് ഒക്കെ തലച്ചോറ് നായ എന്താ കാട്ടുക. എറണാകുളത്തിന് തൊപ്പിനെ കണ്ടിട്ട് ഒരു 7 വട്ടം അവനെ തവാഫും ചെയ്തോണ്ട് പറ്റുവാണെങ്കിൽ ഒന്റെ മുന്നിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാണ്. ശേ ഇജ്ജ നിലമ്പൂർക്കാരെ പറയിപ്പച്ചല്ലോ ചങ്ങായി. കാര്യം നിലമ്പൂർക്കാര് അല്ല അങ്ങനെ ഞാൻ അങ്ങനെ പറയൂല. കാരണം പുള്ളി ചിലപ്പോ എന്നോട് അത്രയും സ്നേഹമുള്ളോണ്ട് വരുന്നതായിരിക്കും. അപ്പൊ ഞാൻ അങ്ങനെ പറയില്ല. പക്ഷെ ഇത് കുറച്ചെല്ലാം ആലോചിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് ഒന്ന് വിളിച്ച് ചോദിക്കുക. എന്തെങ്കിലും ഒന്ന് അഡ്വൈസ് ചോദിക്കണമായിരുന്നു, ഉപദേശിച്ച് ചോദിക്കണമായിരുന്നു ഇതെന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ചാടിക്കറി ഇങ്ങനത്തെ ഒന്നും ചെയ്യല്ല. വെറുതെ തൊപ്പി വെച്ച മഹാന്റെ ഹക്ക് ചാവ് വർക്കത്ത് കൊണ്ട് യാത്ര ഉദ്ദേശം മൂഞ്ചിപ്പിക്കണേ വടച്ച. നിലമ്പൂരിൽ ഇങ്ങനെയുള്ള വട്ടന ആദ്യമായിട്ട് കാണുകയാണ്. ശരിക്കും തൊഴിലില്ലായ്മ അവന്റെ യാത്ര സഫലാക്കി കൊടുക്ക റബ്ബേ. കേരളത്തിൽ തൊഴിലില്ലായ്മ രൂക്ഷം. എടാ ഞാൻ കാര്യം പറയട്ടെ.